വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമ്പോൾ, ആദ്യഘട്ടത്തിൽ ജയിച്ചപ്പോൾ, മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിയപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രചരണം നടത്തി. പാകിസ്ഥാൻ പതാകയുമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണം നടത്തുന്നു എന്നൊരു വലിയ പ്രചരണം നടത്തി. മുസ്ലിം ഡോമിനേറ്റഡ് ആയ ഒരു നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുന്നു എന്നൊരു പ്രചരണം നടത്തി. അത് നടത്തിയത് ഈ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റുകളാണ്, ഈ രാജ്യത്തെ സംഘപരിവാർ സംഘങ്ങളാണ്. മുസ്ലിം ഡോമിനേറ്റഡ് ആയ ഒരു മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ എന്താണ് പ്രശ്നം? എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം? എന്താണ്? ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ആയ മണ്ഡലത്തിൽ പോയിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എന്താണ് പ്രശ്നം? അതാണല്ലോ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം. പക്ഷേ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് സംഘപരിവാർ വരുത്തി തീർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതേ കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റിലേക്ക് വലിയ വോട്ടിന് നമ്മൾ ജയിച്ചു പോകുമ്പോൾ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ എന്താണ് അവർ ആഗ്രഹിച്ചത്? രാഹുൽ ഗാന്ധി ഒരു മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ജയിച്ചു പോകുന്നത് എന്ന് നേർക്കുനേരെ പറഞ്ഞ സംഘപരിവാർ, അതിന് വർഗീയമായി നേർക്കുനേരെ പറഞ്ഞ സംഘപരിവാർ, മലപ്പുറം ജില്ലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വലിയ വോട്ടിന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് സംഘപരിവാറല്ല, എന്ന് പറഞ്ഞത് CPM നേതാക്കന്മാരാണ്. ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. എന്താണ് ഇവരുടെ ശബ്ദത്തിൽ മാറ്റമുള്ളത്? പാലക്കാട് ആന ചെരിയുമ്പോൾ, അത് മലപ്പുറത്തിൻ്റെ അതിർത്തിയിലാകുമ്പോൾ, ഉത്തരേന്ത്യൻ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ മലപ്പുറം പോലത്തെ ഒരു ജില്ലക്കകത്ത് ആനകൾക്ക് പോലും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന വാർത്ത പടച്ചുവിട്ടത് നമ്മൾ മറന്നുപോയിട്ടില്ല. ആനക്ക് പോലും ജീവിക്കാൻ അത്ര വലിയ ക്രൂരന്മാരാണ് മലപ്പുറത്തെ മാപ്പിളകൾ എന്ന് പറയാനാണ് സംഘപരിവാറിൻ്റെ ഹാൻഡിലുകൾ ശ്രമിച്ചത്. നോക്കൂ, അതേ മലപ്പുറം ജില്ലയിൽ ഗെയിൽ സമരം നടക്കുമ്പോൾ ആ ഗെയിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്വാഭാവികമായൊരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിലായതുകൊണ്ട്, എളമരം പോലത്തെ നിങ്ങളുടെ നാട്ടിലൊരു പ്രദേശത്താകുമ്പോൾ, അവിടുത്തെ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനാ പ്രതിനിധികളും അതിലുണ്ടാകുമ്പോൾ അവിടെ എന്തോ അനാവശ്യമായി നടക്കുന്നു, അവിടെ എന്തോ ഭീകരപ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞത് സംഘപരിവാർ ആയിരുന്നില്ല, അത് പറഞ്ഞിരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റുകളായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നമുക്കെടുക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഏകശിലാത്മകമായൊരു വിദ്യാഭ്യാസ പദ്ധതി അത് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നത് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടയാണ്. ലോകത്ത് എവിടെയൊക്കെ ഏകാധിപതികൾ ഭരിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഹിറ്റ്ലർ, മുസോളിനി, ഇവരൊക്കെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ഭരിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ഹിറ്റ്ലർ നെപ്പോള എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണം വെച്ച് വിദ്യാഭ്യാസ മേഖലയെ മൊത്തം അദ്ദേഹത്തിൻ്റെ അജണ്ടയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് ഹിറ്റ്ലറിനെ പോലെ തന്നെയാണ് മുസോളിനിയും ചെയ്തത്. അവരൊക്കെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം ഒരു വരുന്ന തലമുറയാണ് ചരിത്രം വായിക്കേണ്ടത്. ആ ചരിത്രം തെറ്റായ ഒരു ചരിത്രം ഇന്ന് എഴുതി വച്ചാലും നാളെ വരുന്നവർ അത് വായിച്ചു വളർന്നാൽ ആ തെറ്റു ശരിയെന്ന് കരുതി അവർ മുന്നോട്ട് പോകുമെന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നോക്കൂ, ഇപ്പോൾ ഗുജറാത്തിലൊരു പാഠപുസ്തകത്തിൽ 4 വർഷം മുമ്പ് ചേർത്തൊരു കാര്യം, അവിടുത്തെ ക്ലാസ്സിലെ ഒരു ചോദ്യോത്തരത്തിൽ ഒരു സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യനാണ്. അതിൽ ഏതാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയ ഉത്തരം. അതിലെ ചോദ്യം എങ്ങനെയാണ്, ഗാന്ധി എങ്ങനെയാണ് മരണപ്പെട്ടത്? അതിൽ ഗാന്ധിയെ കൊല ചെയ്തു എന്നൊരു ഉത്തരമില്ല, ആത്മഹത്യ ചെയ്തു, സാധാരണ മരണോ, അങ്ങനെ 3-4 ഉത്തരമാണ്. അതിലേതെങ്കിലും ഉത്തരം തിരഞ്ഞെടുത്താൽ ആ കുട്ടിക്കൊരു മാർക്കാണ്. അങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുക. അത് വിദ്യാഭ്യാസ മേഖലയാണ് ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒന്ന്. അതിൻ്റെ അജണ്ടയിലാണ് 1ാം മോഡി ഗവൺമെൻറ് കാലത്ത് അന്നത്തെ സാംസ്കാരിക മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടി 100 കണക്കിന് ആളുകളെ കൊണ്ടിരുത്തി നമ്മൾ പറയുന്ന ഹാരപ്പൻ, മോഹൻ ബഗാൻ സംസ്കാരങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ രാജ്യത്തൊരു സംഘപരിവാർ താല്പര്യത്തിലുള്ള ഈ പറയുന്ന ഒരു അജണ്ടയുള്ള ഒരു രാജ്യമായിരുന്നു, ആ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ നയത്തെ മൊത്തം അവർ പൊളിച്ചെഴുതിയത്. NCERT എല്ലാ സംവിധാനത്തെയും, നമ്മുടെ UGC എല്ലാത്തിനെയും പൊളിച്ചെഴുതി. എന്നിട്ട് ഏകശിലാത്മകമായൊരു വിദ്യാഭ്യാസ നയം അവർ പ്രഖ്യാപിച്ചു, ദേശീയ വിദ്യാഭ്യാസ നയം. ഈ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കൊരു സവിശേഷതയുണ്ട്. എന്താണ്? ഇതൊരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റുകൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം. തൊട്ടപ്പുറത്ത് കർണാടകയിൽ അന്ന് BJP ഗവൺമെൻറ്റാണ്, അവരത് സ്വീകരിച്ചു. പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ് വന്നു, അവരത് മുഴുവൻ ഒഴിവാക്കിയിട്ട് അവിടുത്തെ VC-മാരെ കൂട്ടിയിട്ട് സ്വന്തമായി ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. നോക്കൂ, ഇപ്പുറത്ത് തമിഴ്നാട്ടിലും സ്റ്റാലിനും ഇതുപോലെ തന്നെ സമാനമായി ഞങ്ങളുടെ സംസ്കാരത്തെ തകർക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്വന്തമായി നയം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ മമത അങ്ങനെ പറഞ്ഞു. എല്ലാ BJP അല്ലാത്ത മുഖ്യമന്ത്രിമാരൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തള്ളിക്കളഞ്ഞു. പക്ഷെ നമ്മൾ അറിയേണ്ടത്, ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം 100% നടപ്പിലാക്കിയ BJP ഇതര മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. എത്രത്തോളം ഇവർ നമ്മൾ ഇൻ്റലക്ച്വലി ഇവർ ചേർന്ന് നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച്
അവർക്ക് എപ്പോഴും ഡയലോഗ് മതി എന്നതാണ്. നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. നമുക്കൊരു ഡയലോഗ് മതി. ഇപ്പോൾ കോട്ടയത്ത് ഒരു സ്കൂളിലെ 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടുത്തെ സെൻഡ് ഓഫ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുട്ടികളിലെ 2 or 3 മതവിഭാഗത്തിലുള്ളവർ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഗ്രൗണ്ടിൽ അവർ വണ്ടി ഓടിച്ച് റേസിംഗ് നടത്തി അപകടകരമായ രൂപത്തിലേക്ക് അവരുടെ സെൻഡ് ഓഫ് പരിപാടികൾ നടത്തുമ്പോൾ അതിൽ പ്രതിയായി വരുന്ന 30-35 ചെറുപ്പക്കാരുണ്ടാകുമ്പോൾ അവിടുത്തെ പരാതിയുടെ മുകളിൽ അതിൽ മുസ്ലിം നാമധാരികളായ 17 പേരിൽ മാത്രം കേസെടുക്കാൻ ഈ ഗവൺമെൻറ്റിന് ധൈര്യമുണ്ടാകുന്നത്, അതിനവർക്ക് ധൈര്യം ഉണ്ടാകുന്നത് നമ്മളെ സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നിവരുടെ ആത്മവിശ്വാസമാണ്. നമ്മളാണോ പരാജയപ്പെട്ടു പോകുന്നത്, അതോ ഈ സർക്കാരാണോ പരാജയപ്പെട്ടത്? നമ്മളാണ് യഥാർത്ഥത്തിൽ തോറ്റുപോയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരളത്തിലെ 20-28%, പക്ഷേ പുതിയ കാനേശുകുമാരി കണക്ക് വന്നാൽ 35% വരെ ആയേക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ആ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗത്തെ മാത്രം പ്രതി ചേർത്ത് ആ കുട്ടികളെ മുഴുവൻ ജയിലിലടച്ച് അവർ ജയിലിലാക്കി റിമാൻഡിലായി പോകുമ്പോഴും പരാതിയില്ലാത്തൊരു കൂട്ടമായി നമ്മൾ മാറിയതാണ്. അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി ബോധവാന്മാരല്ല എന്നതാണ് പ്രശ്നം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സമാനമായി കേരളത്തിലെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങൾ എങ്ങനെയാണ് ഈ സർക്കാർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? നിങ്ങൾ നോക്കൂ. അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിക്കാൻ അവർ തയ്യാറാണ്, അവരോട് ഡയലോഗ് സാധ്യമാണ്. എന്തിനേറെ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നേരത്തെ മുഹമ്മദ് അലിക്കിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വർഗീയത സംസാരിച്ചത് ശശികല ടീച്ചർ കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ ഒരു മടിയും പിണറായി വിജയൻ ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ എല്ലാ ചാനലുകളിലും വാർത്തയായിരുന്നു, പിണറായി വിജയൻ്റെ കാറിൽ ഒരു മുഖ്യ അതിഥി വരുന്നുണ്ട് എന്നതാണ് വാർത്ത. വലിയ വാർത്തയായിരുന്നു. കാരണം ആ കാറിൽ 9 കൊല്ലമായിട്ട് അയാളും അയാളുടെ ഭാര്യയും മരുമോളും പേരക്കുട്ടിയല്ലാത്ത വേറൊരാളും കയറിയിട്ടില്ല. അപ്പോൾ ഒരാൾ കയറുന്നു എന്നുള്ള വലിയ വാർത്തയാണ്. ആ കയറിയ മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ പറഞ്ഞാലും അയാളെ എൻഗേജ് ചെയ്യാൻ, അയാളെ കേൾക്കാൻ, അയാളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് കഴിയുന്നു. 30-35% ഒരു സമുദായം ഇപ്പുറത്ത് നിൽക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്? നമ്മളാണോ അതോ ഈ പറയുന്ന ആളുകളാണോ? വെള്ളാപ്പള്ളി നടേശൻ ഒരു ജില്ല ഒന്നാകത കവർന്നെടുത്ത് കൊണ്ടുപോകുന്നു വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് മറുപടി പറയേണ്ടത്? ലീഗിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ നമ്മൾ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ഭരിക്കുന്നൊരു ഭരണകൂടം ഉണ്ട്. അവരുടെ കയ്യിലാണ് ഡോക്യുമെൻറ്റുകൾ ഉള്ളത്, അവരുടെ കയ്യിലാണ് കോളേജുകളുടെ എണ്ണം ഉള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഒരു ഭൂപ്രദേശത്തെ അത്തരത്തിൽ വർഗീയമായി ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ശരിയല്ല എന്ന് ഡാറ്റ വെച്ച് സമർത്ഥിക്കേണ്ടത് ഈ സർക്കാരാണ്, ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. അവർ അപകടകരമായ കുറ്റകരമായ മൗനം പാലിച്ചു. ആ മൗനത്തിൽ നിന്ന് രാഷ്ട്രീയമായ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴും ഒരു സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞ 30-35% ഉള്ളൊരു സമൂഹം, അവരിങ്ങനെ സൈഡിൽ മാറി നിൽക്കുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ കാവി അണിയുന്ന നവമാർക്സത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സംഘപരിവാർ സംഘങ്ങൾ എത്രമേൽ ഭീകരമാണോ, ഞാൻ ഒട്ടും അതിനെ കുറച്ച് കാണുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ സംഘപരിവാറിൻ്റെ വിവിധ ഘടകങ്ങൾ അവരൊട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അവരെത്രമേൽ അപകടകാരികളാണോ, ആ അപകടത്തെ നേരിടാൻ ഈ സമുദായത്തിന് പരിധിവരെ പ്രാപ്തമാണ്. കാരണം നേർക്കുനേരെയുള്ളൊരു ഫൈറ്റാണ്. അവർ നേർക്കുനേരെയുള്ള ഫൈറ്റാണ്. നിങ്ങളുടെ NRC-CA നടപ്പിലാക്കി നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാൽ ശരി, എന്നാൽ ഞങ്ങളുടെ ഡിഫൻസ് നോക്കാം, ഞങ്ങൾ കോടതി പോയി അതിനെ പ്രതിരോധിക്കും. നിങ്ങളുടെ വഖഫ് അത് ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ശരി, എന്നാൽ ഞങ്ങൾ നോക്കാം, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ജുഡീഷ്യറിയെ സമീപിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റലക്ച്വലായ ഈ കടന്നുകയറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സമുദായമായി നമ്മൾ മാറി. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ 3 ചെറുപ്പക്കാരെ ജീവിതം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭാഷ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരനാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഇഴകീറി പരിശോധിച്ചാൽ അവിടെ ഇല്ലാതായി പോകുന്നൊരു പ്രാദേശിക ഭാഷയുണ്ട്, അത് ഉറുദും അറബിയുമാണ്. അവരുടെ അജണ്ടകൾ വളരെ കൃത്യമായി ഇതിനകത്ത് നടപ്പിലാക്കി പോകുന്നുണ്ട്. അത് വളരെ ഇൻ്റലക്ച്വലായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അത് നടപ്പിലാക്കാനും കഴിയുന്ന ഒരു വിഭാഗമായി അവർ മാറുന്നു. എന്നാൽ നേരിട്ട് ഈ സംഘപരിവാർ സംഘങ്ങൾ നമ്മളോട് ഏറ്റുമുട്ടുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ശത്രുവാരെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ശത്രുവിനോട് ഏറ്റുമുട്ടാൻ കഴിയുന്നുണ്ട്. ശത്രുവാരെന്നറിയാതെ അല്ലെങ്കിൽ മിത്രമായി നിൽക്കുകയും എന്നിട്ട് നമ്മളെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ സംഘങ്ങൾ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്ന് നേരത്തെ ദാവൂദ് സാഹിബ് സൂചിപ്പിച്ചല്ലോ, തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തിരഞ്ഞെടുപ്പിലെ എല്ലാ ക്യാമ്പയിനുകളിലും SFIക്കാരാണ് ഉപയോഗിച്ചത് വർഗീയതയാണ്. ഒരു പക്ഷേ SFI ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച 2 വാചകങ്ങൾ, ഒന്ന് എമ്മിൻ്റെ ഫുള്ള് മുസ്ലിമാണ് എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ അവർ ശ്രമിച്ചത്. രണ്ടാമത് ഈ ആളുകൾ വർഗീയവാദികളാണ് എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്.
മുസ്ലിമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് വർഗീയവാദികളാണ് എന്ന് പറയാൻ ആരാണ് ശ്രമിക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയാണ്. ഒരു തവണ പോലും ആ സംഘടനയുടെ നേതൃത്വം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പൊതുസമൂഹത്തിലെ എല്ലാവരും പറഞ്ഞു, സാധാരണ മാറി നിൽക്കപ്പെടുന്ന എല്ലാ ആളുകളും, ചാനൽ അവതാരകന്മാരും സാമൂഹിക പ്രവർത്തകന്മാരും എല്ലാവരും പറഞ്ഞു അത് ശരിയല്ല, SFIയുടെ ആ സമീപനം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടി അത് തിരുത്താൻ തയ്യാറായില്ല. കാരണം അത് അവരുടെ ഒരു അജണ്ടയാണ്, അവർക്കത് വേണം. നിലനിൽക്കാവുന്ന വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തിരഞ്ഞെടുപ്പുകളിൽ ആ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തണം. നമുക്കേറെ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ SFIയുടെ പുതിയ നേതൃത്വമായിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറിയും ഒരു പക്ഷേ അക്കാദമികമായി രാഷ്ട്രീയത്തെ സമീപിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയത്തെ ഒരു പക്ഷേ വിലയിരുത്താൻ കഴിയാത്ത, കേവലം ഒരു സംഘടനാ പ്രവർത്തകർ മാത്രമായി അധംപതിച്ചു പോയ, അല്ലെങ്കിൽ അത്രമാത്രം കപ്പാസിറ്റിയുള്ള രണ്ടാളുകളെ SFIയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ അവരെല്ലാ ക്യാമ്പസിലും നടന്ന് വർഗീയത പറഞ്ഞിട്ടും ഈ പറയുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ ഭൂരിപക്ഷ കോളേജുകളിലും ഇന്നും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത സംഘടന MSF ആണ് എന്നത് നമുക്ക് വലിയ അഭിമാനം നൽകുന്ന ഒന്നാണ്. കാരണം അതിനോട് ഭൗതികമായി സംവദിക്കാൻ കപ്പാസിറ്റിയുള്ള കുട്ടികൾ ഉണ്ടായി എന്നതാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. SFIയുടെ കൊടി പിടിച്ച് വളർന്നു വരുന്ന കുറേ കുട്ടികളുണ്ടല്ലോ, അവരെ ഒരു പക്ഷേ മുൻകാലങ്ങളിൽ SFI നേതാക്കന്മാരെ ക്രിമിനലുകളായിട്ടാണ് അവരെ വളർത്തിക്കൊണ്ടുവരാറുള്ളതെങ്കിൽ ഈ പുതിയ നേതൃത്വം വന്നപ്പോൾ ക്രിമിനലുകളായിട്ടല്ല, പകരം വർഗീയ ചിന്തകളുടെ കൂത്തരങ്ങുകളായി അവരെ തലച്ചോറുകളെ മാറ്റുന്ന ഈ അപകടത്തെ ആരാണ് തടുക്കുക? ഇവരാണല്ലോ നാളെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വരാനുള്ളവർ. ഇവരാണല്ലോ കേരളത്തിൻ്റെ ധാരയുടെ ഭാഗമായി തീരേണ്ടത്. ഒരു പക്ഷേ കേരളത്തിലെ ഞാൻ പറഞ്ഞ SFIയുടെ പ്രവർത്തകന്മാരായ കുട്ടികൾ, അവരും ഈ കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായി മാറേണ്ടവരാണല്ലോ. അവരിലേക്ക് ഈ കുത്തിവെക്കപ്പെടുന്ന ഈ വർഗീയതയെ, അതിനെ ചെറുക്കാൻ, അത് വലിയൊരു അപകടകരമായ ഒരു സാധനമായി മാറുമ്പോൾ ആരാണ്? ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പ്രസംഗമുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, SFIയുടെ സ്ഥാനാർത്ഥിയാണ്, അവൾ മത്സരിച്ച് ജയിച്ചതാണ്. എന്നിട്ട് അവിടെ പ്രസംഗമാണ്, എൻ്റെ തലയിലെ 1.5 മീറ്റർ ഈ ശീല അത് എന്തോ ഒരു അപകടമാണ് എന്ന് MSFൻ്റെ ഏതോ ഒരു നേതാവ് പറയുന്നത് കേട്ടു. ഇതാ ആ ക്ലോത്ത് ഇട്ടുകൊണ്ടാണ്, ആ തലയിൽ തട്ടം ഇട്ടുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് SFIക്ക് വേണ്ടി ജയിച്ചത്. നമ്മളാണോ അത് പറഞ്ഞത്? CPMൻ്റെ ഒരു നേതാവ് പരസ്യമായിട്ടല്ലേ പറഞ്ഞത്, മലപ്പുറത്തെ മാപ്പിള കുട്ടികളുടെ തലയിൽ നിന്ന് തട്ടമൂരാൻ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ CPMൻ്റെ അനിൽകുമാർ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എന്നിട്ടും ഈ കുട്ടികൾ വന്നിട്ട് പറയുന്നത് അത് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് പിഴച്ചു പോകുന്നത്? നിങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാവി അണിയുന്ന നവമാക്സിസം എന്നെടുത്ത് എനിക്കൊരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളത്, കാവ്യ രാഷ്ട്രീയം എത്രമേൽ അപകടകരമാണോ അതിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, അതിന് തത്തുല്യമായ അപകടം, അല്ലെങ്കിൽ ഒരു പരിധി അതിനേക്കാൾ വലിയ അപകടമായി കമ്മ്യൂണിസം മാറുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ കാവ്യ രാഷ്ട്രീയത്തെ നേർക്കുന്ന ഒരു ഏറ്റുമുട്ടലിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏറ്റുമുട്ടാൻ കഴിയുന്ന സാധ്യമായ ടൂളുകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ കൂടെ നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന മതേതര ചേരിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ അക്രമത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് പറയാൻ ശ്രമിച്ചതാണ് KM ഷാജി സാഹിബ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം വേട്ടയാടപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലടിസ്ഥാനം നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറയുന്നു, നമ്മൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പഠിച്ച ആധികാരികമായ പഠനം രജീന്ദ്ര സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം. ആ റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, കണക്കുകൾ, അതിൻ്റെ ഉയർച്ച താഴ്ചകൾ എല്ലാം പറയുന്നുണ്ട്. അതിൽ പറയുന്നു കേരളം ഒരു റോൾ മോഡലാണ് എന്നതിൽ പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ആ രജീന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇറങ്ങിയതിന് ശേഷം വേണമെങ്കിൽ കണക്കെടുക്കാം. നമുക്ക് 2010 മുതൽ നിങ്ങളെടുത്തോ, ഈ 2025 വരെയുള്ള 15 വർഷക്കാലം എടുത്താൽ ഈ കാലയളവിനിടയിൽ നഷ്ടം സംഭവിച്ച ഇന്ത്യയിലെ മുസ്ലിം സമുദായം ആരാണ് എന്ന് പരിശോധിച്ചാൽ അത് ഗുജറാത്താകും എന്ന അഭിപ്രായം എനിക്കില്ല. അത് UP ആണോ എന്നാൽ എനിക്ക് വിയോജിപ്പുണ്ട്. അത് കേരളമാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തിക സംവരണം നടത്തിയപ്പോൾ അത് ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിൽ, അതിനെ നഷ്ടം സംഭവിച്ചത് മുസ്ലിം സമുദായത്തിന്. ഇവിടെ ഡിസേബിലിറ്റി റിസർവേഷൻ നടപ്പിലാക്കി, അതിന് കടമെടുത്തത് മുസ്ലിം സമുദായത്തിൽ നിന്ന്. കാലിക്കറ്റ് സർവകലാശാലയിൽ ടീച്ചിങ് പോസ്റ്റ് നടത്തുമ്പോൾ ഡിസേബിലിറ്റി റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സമുദായത്തിന് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. മുസ്ലിം സമുദായത്തിൽ റിസർവേഷൻ എടുത്ത് അവർക്ക് കൊടുത്തു. അവർക്ക് കിട്ടേണ്ടതാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് എടുക്കേണ്ടതാണോ? അതല്ല എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു. നമ്മളത് പറഞ്ഞു, പക്ഷേ അത് മൈൻഡേ ചെയ്യേണ്ടതില്ല എന്നൊരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഭൗതികമായി ഇൻ്റലക്ച്വലായി തകർത്തത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ജനറൽ ന്യൂട്രാലിറ്റി സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് ഈ CPMകാർ വന്ന് പറഞ്ഞു. അവർ പുസ്തകത്തിലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരെ നടപ്പിലാക്കിയിട്ടൊന്നുമില്ല.
പക്ഷേ ജനറൽ ന്യൂട്രാലിറ്റിയുടെ അപകടങ്ങളെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു കഴിഞ്ഞു. അവരെ നടപ്പിലാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ അവരുടെ അജണ്ട പൂർത്തീകരിച്ചു. ഷർട്ടും പാൻറ്റും ഇട്ട പെൺകുട്ടി അത് ഇട്ട് ക്ലാസ് മുറിയിൽ വരുന്നത് മാത്രമാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത്. പക്ഷേ അത് പിൻവലിച്ചവർ പോയെങ്കിൽ പോലും അവരുടെ അജണ്ട അവർ നടപ്പിലാക്കി. ഒരു സമൂഹത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെടുക, അങ്ങനത്തെ ഒരു നവലിബറൽ ചിന്തയെ ഒരു സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുക, അത് ചർച്ച ചെയ്യപ്പെടുക. നോക്കൂ നിങ്ങൾ, എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങളിലും ഈ പറയുന്ന സംഘം, ഈ പറയുന്ന പിന്നെ മാർക്സിസ്റ്റ് സംഘം അതിന് നേതൃത്വം കൊടുത്തില്ലേ? ഞാൻ പറയുന്നു, ക്യാമ്പസുകളിൽ ABVP എവിടെയാണ് ക്യാമ്പസിലുള്ളത്? നമ്മൾ മനസ്സിലാക്കുന്ന കാസർഗോഡ് മാത്രം 1-2 സ്ഥലത്തുണ്ടെന്നല്ലാതെ കേരളത്തിൽ മറ്റൊരു ക്യാമ്പസിലും ABVPക്ക് സാന്നിധ്യമില്ല. എന്നാൽ നിങ്ങൾ പരിശോധിച്ചോ, എല്ലായിടത്തും SFI ഉള്ള എല്ലായിടത്തും, അവർക്ക് അപ്രമാദിത്വമുള്ള എല്ലാ ക്യാമ്പസുകൾക്കകത്തും ധാർമ്മികമായി തകർക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഈ മാർക്സിസ്റ്റ് സംഘങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ അർത്ഥത്തിലുള്ള അപകടത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പറയുന്ന പിന്നെ സംഘപരിവാർ സംഘങ്ങളുടെ അപകടങ്ങൾ എത്രയുണ്ടോ അത്ര തന്നെ ഒരു പരിധിക്ക്, ചിലപ്പോൾ അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ അതിശയോക്തി പറയാനില്ല, അപകടം ഉണ്ടാക്കുന്ന സംഘമായി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സംഘങ്ങൾ, മാർക്സിസ്റ്റ് സംഘങ്ങൾ മാറിയിട്ടുണ്ട്. 30-35% ഒരു കമ്മ്യൂണിറ്റിയെ, ആ കമ്മ്യൂണിറ്റി എന്തുമാകട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞത് അവരുടെ ധൈര്യമല്ല, നമ്മുടെ പോരായ്മയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് അവരുടെ വലിയ കാര്യമാണ് എന്നതല്ല. ഈ പറയുന്ന 35% അത് ഒന്നിനും കൊള്ളാത്ത ഒരു സംഘമായിട്ടാണ് അവർ കാണുന്നത്. 35 എന്ന് പറഞ്ഞാൽ അതിലേക്ക് 15 ചേർന്നാൽ കേരളത്തിന് 50ആണ്. 35 എന്നത് എൻ്റെ ഒരു അസംപ്ഷൻ പറഞ്ഞതാണ്. എന്തായാലും 30 എന്തായാലും ഉണ്ടല്ലോ. ഒരു 20 ചേർന്നാൽ കേരളത്തിൻ്റെ പകുതിയാണ്. ആ കേരളത്തിൻ്റെ പകുതിയാകാൻ കഴിയുന്ന വലിയൊരു കഷ്ണത്തെ നിസ്സംശയം മാറ്റി നിർത്താനും അവർ ഞങ്ങൾക്കൊരു അജണ്ടയല്ല എന്ന് പറയാനും ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നു എന്നതാണ് പുതിയ കാലത്തിൻ്റെ അപകടം. ആ പുതിയ കാലത്ത് നിങ്ങൾ വിളിച്ച വാചകം കാവി അണിയുന്ന നവമാർക്സിസം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാവി അണിഞ്ഞതല്ല ഈ മാർക്സിസം, അവരുടെ ജനാധിപത്യത്തിൻ്റെ ഷർട്ട്, അവരുടെ ജനാധിപത്യത്തിൻ്റെ മേൽമുണ്ട് അഴിഞ്ഞു വീണതോ അത് നേർത്തതായപ്പോൾ അകത്ത കാവി പുറത്ത് കാണുന്നതോ ആണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.